നമസ്കാരം, തടൈ ന്യൂസിലേക്ക് സ്വാഗതം. മാർച്ച് 1 മുതൽ വാട്സപ്പിനും ടെലിഗ്രാമിനും സുപ്രധാന മാറ്റങ്ങൾ വരുന്നു. ഈ വാർത്ത നിങ്ങളും കണ്ടു കാണുമല്ലോ. എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്? ഒരു ചെറിയ സിം കാർഡ് ഇനി നിങ്ങളുടെ മുഴുവൻ ഡിജിറ്റൽ ജീവിതത്തിൻ്റെയും താക്കോലായി മാറുകയാണ്. ടെലികോം വകുപ്പിന്റെ പുതിയ സിം ബൈൻഡിംഗ് ചട്ടം പ്രാബല്യത്തിൽ വരുന്നു. ഇനി മുതൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുന്ന വാട്സപ്പ്, ടെലിഗ്രാം പോലുള്ള മെസ്സേജിംഗ് ആപ്പുകൾ രജിസ്റ്റർ ചെയ്ത സിം കാർഡ് ഫോണിൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കൂ. എന്നാൽ ഇത്രയും നാൾ OTP നൽകി ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ പിന്നീട് സിം നീക്കിയാലും ആപ്പ് പ്രവർത്തിച്ചു വന്നിരുന്നു. വാട്സപ്പ്, വെബ് പോലുള്ള സേവനങ്ങൾ QR കോഡ് വഴി സിം ഇല്ലാതെയും ഉപയോഗിക്കാനും സാധിച്ചിരുന്നു. പക്ഷേ ഇനി അത് നടക്കില്ല. രജിസ്റ്റർ ചെയ്ത സിം ഡിവൈസിൽ നിന്ന് നീക്കിയാൽ ആപ്പ് നേരിട്ട് പ്രവർത്തനം പൂർണ്ണമായും നിർത്തും. സർക്കാർ പറയുന്നത് ഇതൊരു സുരക്ഷാ നീക്കമാണെന്നാണ്. ഓൺലൈൻ തട്ടിപ്പുകളും ആൾമാറാട്ടവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സിമ്മില്ലാതെ അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിച്ച് സൈബർ കുറ്റവാളികൾ ദുരുപയോഗം നടത്തുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനുള്ള പരിഹാരമായാണ് ഈ തീരുമാനം. കമ്പനികൾക്ക് 90 ദിവസത്തെ സാവകാശം നൽകിയിരുന്നു. നവംബർ 28-ന് ഉത്തരവിറങ്ങി. ഇനി മാർച്ച് 1 മുതൽ, അതായത് ഇന്ന് മുതൽ നിയമം കർശനമായി നടപ്പിലാക്കും. വാട്സപ്പ്, വെബ് പോലുള്ള സേവനങ്ങൾ കുറഞ്ഞത് 6 മണിക്കൂറിൽ ഒരിക്കൽ ലോഗൌട്ട് ചെയ്യപ്പെടും. യാത്രയിലായാലും റോമിങ്ങിലായാലും ഒരു കാര്യം മാത്രം ഉറപ്പുവരുത്തുക: നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത സിം ഫോണിൽ തന്നെ ഉണ്ടാകണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പ്രവേശനം തന്നെ പൂർണ്ണമായും നഷ്ടമായേക്കാം.